-15, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Plus 5 seconds. അങ്ങനെ രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രാജ്യത്തിന്റെ അഭിമാന ദൗത്യം ചന്ദ്രയാൻ 3 കുതിച്ചുയർന്നു. ഉച്ചയ്ക്ക് കൃത്യം 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമായി ഉപഗ്രഹത്തെയും വഹിച്ച ഇന്ത്യയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനം ഉയർന്നു പൊങ്ങിയത്. ശാസ്ത്രജ്ഞരും കേന്ദ്രമന്ത്രിമാരുമടക്കം ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയാണ് ഇന്ത്യയുടെ 3ാം ചന്ദ്രദൗത്യ പേടകം വിക്ഷേപിച്ചത്. ഭൂമി മുതൽ ചന്ദ്രൻ വരെയുള്ള ചന്ദ്രയാന്റെ യാത്ര എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ വിക്ഷേപണം കഴിഞ്ഞ 16ാം മിനിറ്റിൽ പേടകം റോക്കറ്റിൽ നിന്ന് വേർപെടും. ഭൂമിയിൽ നിന്ന് 170 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞ ദൂരവും 36,500 കിലോമീറ്റർ കൂടിയ ദൂരവുമായിട്ടുള്ള പാർക്കിംഗ് ഓർബിറ്റിലാണ് ആദ്യം പേടകത്തെ സ്ഥാപിക്കുക. അവിടുന്ന് 5 ഘട്ടമായി ഭ്രമണപഥ മാറ്റത്തിലൂടെ ഭൂമിയുമായുള്ള അകലം കൂട്ടിക്കൊണ്ടുവരും. ഇതിനു ശേഷമാണ് ചാന്ദ്ര ഭ്രമണപഥത്തിലേക്കുള്ള പേടകത്തിന്റെ യാത്ര. ചാന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 5 ഘട്ടമായി ചന്ദ്രനും പേടകവും തമ്മിലുള്ള അകലം കുറച്ചു കൊണ്ടുവരും. ഒടുവിൽ ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിയ ശേഷമായിരിക്കും പ്രൊപ്പൻഷൻ മൊഡ്യൂളിൽ നിന്ന് ചന്ദ്രയാൻ 3 ലാൻഡർ വേർപെടുക. ശേഷം ലാൻഡർ ചന്ദ്രനിൽ നിന്ന് 30 കിലോമീറ്റർ കുറഞ്ഞ ദൂരവും 100 കിലോമീറ്റർ കൂടിയ ദൂരവുമായിട്ടുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. ഇവിടെ നിന്നാണ് നിർണായകമായ ലാൻഡിംഗ് പ്രക്രിയ തുടങ്ങുന്നത്. ഭ്രമണപഥം വിട്ടുകഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് ലാൻഡ് ചെയ്യുവാനാണ് ഇസ്രോ പദ്ധതിയിട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 23-നോ 24-നോ ആയിരിക്കും ആ ചരിത്ര നിമിഷം. ലാൻഡിംഗ് കഴിഞ്ഞാൽ റോവർ പുറത്തേക്ക്. പിന്നെ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് 14 ദിവസം നീളുന്ന പര്യവേഷണം. ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന് പ്രഖ്യാപിക്കാനാവൂ. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ശാസ്ത്ര സമൂഹം.